ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഒരു കോളിഫ്ലവർ കൊണ്ട് നമുക്കൊരു സിമ്പിൾ ബജ്ജി റെസിപ്പി കണ്ടാലോ? അപ്പോൾ ബാ. എന്തായാലും കോളിഫ്ലവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇലകളൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം, കാരണം ഇതിൽ ഒരുപാട് അണുക്കളുണ്ടാവും. ഞാനിത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് വെറും 60 രൂപയ്ക്കാണ് കേട്ടോ. ഇതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ലാവിഷായിട്ട് കഴിക്കാൻ പാകത്തിനും ഉണ്ടാവും കേട്ടോ. നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ ഒരിക്കലും മിസ്സാക്കാത്തൊരു സംഭവമാണല്ലോ ഇതുപോലെ വറവൽ ഐറ്റംസ് ആയിട്ടുള്ള ബജ്ജി സംഭവങ്ങളൊക്കെ. പക്ഷേ ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ലാവിഷായിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഞാൻ നന്നായിട്ട് കഴുകി അരിഞ്ഞ് പിന്നെയും കഴുകിയിട്ടാണ് കേട്ടോ ഇതുപോലെ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിളപ്പിക്കാൻ വെക്കുന്നത്. ഇത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ അണുക്കളെല്ലാം ചത്ത് കിട്ടും, കാരണം ഇതിൽ ഒരുപാട് അണുക്കളും പുഴുക്കളൊക്കെ ഉണ്ടാവും, അതെല്ലാം ചത്ത് കിട്ടും. 2, ഒരു പകുതി വേവാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. എന്തായാലും അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാവൊക്കെ റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് മൈദാമാവ് എടുക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ വളരെ കുറച്ച് മാത്രം അരിപ്പൊടി എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ടെസ്റ്ററാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ലൂസ് അല്ലാന്ന് ഒരുപാട് ടൈറ്റ് അല്ലാത്തൊരു ടെസ്റ്റിലാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കോളിഫ്ലവറൊക്കെ അവിടെ വെന്ത് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഞാനത് വെള്ളം ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് ഈ മിക്സിയിലേക്ക് ഒരു കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, കാരണം മാവൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ആ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം, അപ്പം ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുത്തു. ഇത് ഞാനാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റ് എടുത്തത്. എല്ലാവർക്കും നല്ല ലാവിഷായിട്ട് കഴിക്കാനുണ്ടായിരുന്നു. ഒരു 7-8 പേർക്കോളം ഞങ്ങൾ നല്ല ലാവിഷായിട്ട് കഴിച്ചു. എന്തായാലും കുട്ടികളുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കിതുപോലെ വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റണം. അത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.